പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു ഇത്. പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിലുള്ള ഒരു യാത്ര. അല്ലെങ്കിലും ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലോ, ഓരോ ഓർമ്മകളും കൂടിയാണല്ലോ. ഓർമ്മയ്ക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഒരു 10 മണിക്കടുത്തുണ്ടാവും. നല്ല ചൂടായിരുന്നു. പക്ഷേ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ ചൂടത്ര വകവെച്ചില്ല. ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടായി കുറച്ച് നേരം, അതെന്തൊക്കെയായാലും ഒരു രസം തന്നെയാണ് അല്ലേ. മക്കളാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടുള്ള സന്തോഷത്തിലും. ചൂടൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ അധികം ആഴമുള്ള സ്ഥലമൊന്നുമല്ല. കുറേ ആളുകളൊക്കെ അവിടെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇവർ കുളിക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും എടുക്കാത്തത് കൊണ്ട് ഭയങ്കര നിരാശയിലായിരുന്നു കേട്ടോ മക്കൾ. ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുളിക്കാൻ പറ്റാത്തതിനുള്ള ഒരു ചെറിയ വിഷമം ഒഴിച്ച് ബാക്കി ഈ ട്രിപ്പ് അവർ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. എന്നാൽ മൊട്ടക്കുന്നുകളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈയിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രത്യേക കാലാവസ്ഥയായിരിക്കും എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിന് കുറേയൊന്നും കാത്തിരിക്കേണ്ട, 2 മാസം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പക്ഷേ ഇതുപോലെ ശാന്തമായ അന്തരീക്ഷം ആവില്ല. അന്തരീക്ഷം മാത്രമല്ല, ഭയങ്കര തിരക്കായിരിക്കും. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഉച്ചത്തേക്കുള്ള ബിരിയാണി പാർസലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ലേഡീസ് അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല, അത് വളരെ സ്നേഹത്തോടു കൂടി നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്ന് പറഞ്ഞതും വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ലേഡീസിനെ സംബന്ധിച്ച്. കാരണം എവിടെ ചെന്നാലും ഞങ്ങളാണല്ലോ അടുക്കളയിലെ രാജ്ഞിമാർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് പറയത്തക്ക റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് പാചകത്തിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു സൗഹൃദ കൂട്ടായ്മ. എന്തായാലും ഇങ്ങനൊരു ദിവസം സമ്മാനിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് ഈ അവസരത്തിലൊരു നന്ദി പറയണം കേട്ടോ ഞങ്ങൾ. പിന്നെ എവിടെ ചെന്നാലും ഒരു റീല് നിർബന്ധമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റീൽ എടുക്കാനും ഞാൻ മറന്നില്ല. അങ്ങനെ വൈകിട്ടൊരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു.